Hello, hello, check. Hello, 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 check. Hello, hello, check. Hello, 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 check. Hello, 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 check. Hello, hello, check. Hello, hello, check. Hello, hello, check. Hello. Hello, 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 check. 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 Hello, 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 check. Hello, 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 check. Hello, 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 check. Hello.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ലൈറ്റില്ല, അതുകൊണ്ട് ദയവായി ഓഡിറ്റോറിയത്തിന് വെളിയിൽ നിൽക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും ഈ കസേരകൾ കയറി ഇരിക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കസേരകളിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കഴിവതും ഈ സ്റ്റേജിൻ്റെ സമീപം തന്നെ നിങ്ങൾ കടന്നു വന്നിരിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ സമ്മേളനം വിദേശത്തുള്ള നമ്മുടെ സഹോദരന്മാർ, അതുപോലെ സ്വദേശത്തും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത പ്രിയപ്പെട്ടവർ തത്സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒഴിഞ്ഞ കസേരകൾ കാണുമ്പോൾ അവർക്കൊരു മനപ്രയാസം ഉണ്ടാവും, നമുക്കുണ്ടാകത്തില്ല. അതുകൊണ്ടാണല്ലോ നാം എല്ലാം പുറകിൽ പോയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദയവായിട്ട് ഈ സ്റ്റേജിന് സമീപം വന്നിരിക്കുക. നമ്മളെല്ലാം നല്ല അനുസരണമുള്ളവരാ, ഒന്ന് സഹകരിക്കുക. വെളിയിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ എത്രയും വേഗം കയറിയിരിക്കുക. നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ പേര് വിളിക്കുന്ന പ്രിയ ദേവദാസന്മാർ ദയവായി ഈ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. പ്രമോദ് തോമസ് പറതലമറ്റം, ചാക്കോ വർഗീസ് ലാക്കാട്ടൂർ, TM ഏലിയാസ് മാലം, കർത്തദാസൻ അജോയ് ടി മാത്യു ബോംബെ, മാത്യു ചെറിയാൻ ഐമനം, ജോർജ് കുട്ടി ചിങ്ങവനം എന്നീ പ്രിയപ്പെട്ടവർ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. ചാക്കോ വർഗീസ് ലാക്കാട്ടൂർ, പ്രമോദ് തോമസ് പറതലമറ്റം, TM ഏലിയാസ് മാലം, അജോയ് ടി മാത്യു ബോംബെ, മാത്യു ചെറിയാൻ, ജോർജ് കുട്ടി ചിങ്ങവനം. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ KA സക്രിയ, അശോക് കുമാർ തിടനാട് എന്നീ സഹോദരന്മാർ ഈ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. ഇപ്പോൾ നാം ചേർന്ന് ഒരു ഗാനം ആലപിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവർ അതിന് നേതൃത്വം നൽകുന്നതാണ്. എബ്രഹാം ജോസഫ് പാക്കിലും കടന്നു വരേണ്ടതാണ്. നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. നമുക്ക് പാട്ട് പാടാൻ പോവുകയാണ്. ഇപ്പോൾ പാട്ട് പാടുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ഉറക്കമൊക്കെ എല്ലാവർക്കും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാടി നമ്മുടെ മീറ്റിംഗ് അങ്ങ് ആരംഭിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഓക്കെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചെന്നുള്ള ഗാനം നമുക്ക് പാടാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ, അവൻ വഴികളെ ഞാൻ അറിഞ്ഞേ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ,
സന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ, അവൻ വഴികളെ ഞാൻ അറിഞ്ഞേ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ. മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ. മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ. മറവേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. മറവേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ, അവൻ വഴികൾ ഞാൻ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ, എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ, അവൻ വഴികളെ ഞാൻ അറിഞ്ഞേ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ. നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് കോട്ടയം സെൻട്രൽ YMEF-ൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ TM ഏലിയാസ് മാലം അവരുടെ ക്ഷണിക്കുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ പ്രിയ ദേവദാസൻ നിയന്ത്രിക്കുന്നതാണ്. ദൈവ തിരുനാമത്തിന് സ്തോത്രം. നമുക്ക് ഇന്ന് ഇതുപോലെ കൂടി വരുവാൻ ദൈവം സഹായിച്ചതിൽ ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ പാട്ട് കഴിഞ്ഞു, അടുത്തതായിട്ട് പ്രാർത്ഥനയാണ്. രണ്ട് ദേവദാസന്മാർ നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതാണ്. ഒന്ന് ചാക്കോ വർഗീസും അടുത്തതായിട്ട് പ്രമോദ് തോമസുമാണ്. ആദ്യമേ ചെറുക്കം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ നല്ല പിതാവാം ദൈവമേ, ഈ ഉച്ചകഴിഞ്ഞ സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരു കർത്തൃ ദിവസവും കൂടി ഞങ്ങൾക്ക് ഈ ഭൂമി ദാനമായി തന്നു. അങ്ങേ ആരാധിപ്പാൻ തൊക്കൊണ്ട് ഞങ്ങൾക്ക് വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമനപ്പെട്ട് കർത്താവിനെ ആരാധിപ്പാൻ ഒരു സാവകാശം കൂടി ഭൂമി ദാനമായി തന്നല്ലോ എന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് കർത്താവെ ഇങ്ങനെ ആയിരിക്കാൻ, കർത്താവെ അവിടുത്തെ സന്നിധിയിൽ കൂടി വരുവാൻ, ഈ YMEF-ൻ്റെ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾക്ക് അവിടുന്ന് ഒരുങ്ങുവാൻ കർത്താവ് അവിടുന്ന് സഹായിച്ചത് ഓർത്ത് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് കഴിഞ്ഞ നാളുകളിൽ ഈ YMEF-ൻ്റെ ടീം പ്രവർത്തനങ്ങളെ അവിടുന്ന് സഹായിച്ചു. അനേക പ്രവർത്തനങ്ങൾ അനേക ഇടങ്ങളിൽ അനേക ദേശങ്ങളിൽ കർത്താവ് മഹത്വത്തിനു വേണ്ടി ചെയ്യുവാൻ അവിടുന്ന് അവിടുത്തെ മക്കളെ അവിടുന്ന് പ്രാപ്തിപ്പെടുത്തിയത് ഓർത്ത് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തിരുസനയിൽ അല്പസമയം ആയിരിക്കുന്ന ഈ വേളയിൽ അവിടുത്തെ ദിവ്യമാകുന്ന പരിപാലനം അടിയങ്ങൾക്ക് തന്ന് അവിടുത്തെ കൃപ അടിയങ്ങളുടെ വ്യാപരിപ്പിച്ച് അവിടുന്ന് കരുണ തോന്നണമേ എന്നിടത്തോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
കർത്താവെ അവിടുന്ന് വചനം കേൾക്കുമ്പോൾ അവ ഏറിയ ഹൃദയങ്ങളിൽ പതിയപ്പെടുവാൻ അവിടുന്ന് ക്രിയ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കുകയും അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ ഉറപ്പാൻ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവിനുള്ള പത്യോപദേശത്തിൽ കർത്താവിനെ കൂടുതലായി സ്നേഹിച്ചും അങ്ങയെ മാനിച്ചും അങ്ങേക്ക് കൂടുതൽ പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ എല്ലാ നിലയിലും ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം. ഈ മീറ്റിങ്ങിനെ കർത്താവ് ആദ്യോടൊന്ന് അനുഗ്രഹിക്കണം എന്നോടത്തോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാതനയും കേട്ടോണ്ട് തിരുനാമത്തിൽ നന്ദിയുടെ സ്തോത്രം. വേഗം വരുന്നതിനായ ക്രിസ്തു യേശുവിൻ്റെ അതിമുഖത്തുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അടിയങ്ങൾക്ക് നൽകിയ ഈ മനോഹരമായ നിമിഷങ്ങൾക്കായി അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഈ ഉച്ച കഴിഞ്ഞ് ഈ ഓഡിറ്റോറിയത്തിൽ അടിയങ്ങളായിരിക്കുന്നു. അവിടുന്ന് തന്നെ അധ്യക്ഷനായിരുന്ന ഈ ശുശ്രൂഷ ആദരിക്കുന്നതുകൊണ്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ അനുഗ്രഹീതമായ ആലോചന ഇന്ന് ഉച്ച കഴിഞ്ഞ് കേൾക്കുവാനും അത് അടിയങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുപ്പാനും അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണം എന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യണമേ. അങ്ങയുടെ വിലയേറിയ ദാസനെ അടിയങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചിരിക്കുന്നത് കൊണ്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വലിയ കർത്താവ് വിലയേറിയ വചനം അങ്ങയുടെ ദാസനിലൂടെ മുഴുകി കേൾക്കുന്നത് ജീവിതങ്ങൾ ഏറ്റെടുപ്പാനായിട്ട് അടിയങ്ങളെല്ലാവരെയും സഹായിക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെല്ലാം അങ്ങ് ആദരിക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വിവിധ നിലകളിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കുകയും അങ്ങയുടെ ആത്മാവിൻ്റെ നിറവിൽ കർത്താവെ എല്ലാ ശുശ്രൂഷകളും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് തീരുവാൻ അവിടുന്ന് സഹായിക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. YMF ശുശ്രൂഷകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കോട്ടയത്തും ചുറ്റുവട്ടങ്ങളിലുമായി അനേക സ്ഥലങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷക്കാലവും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിൽക്കുവാനായിട്ട് അങ്ങയുടെ മക്കളെ ബലപ്പെടുത്തിയതുകൊണ്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ അവിടെ നൽകിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. അനേക സ്ഥലസഭകളിൽ ഞായറാഴ്ചകൾ കൂടി വന്ന കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ വചനം കേൾക്കുവാനൊക്കെ നൽകിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷക്കാലവും അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ അടിയങ്ങളെ വഹിക്കുകയും അങ്ങ് നടത്തുകയും പരിപാലിക്കുകയും ചെയ്ത എല്ലാ വിശ്വസ്തതയ്ക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. തുടർന്നും അങ്ങയുടെ കൃപയുടെ കരങ്ങളിലേക്ക് ശുശ്രൂഷ ഏൽപ്പിച്ചു തരികയാണ് പിതാവേ. അങ്ങയുടെ വരവോളം അങ്ങയുടെ മഹത്വത്തിനായിട്ട് ഈ ശുശ്രൂഷ തുടരുവാൻ അവിടെ സഹായിക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കാളികളായി തീരുവാൻ അടിയങ്ങളെല്ലാവരെയും ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് ആദരിക്കണം. അവിടുത്തെ വചനവുമായിട്ട് നിൽക്കുന്ന അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളാലും അടിയങ്ങളെ നിറച്ച് അങ്ങയുടെ മഹത്വത്തിനായിട്ട് ജീവിപ്പാൻ അങ്ങയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിപ്പാൻ അടിയങ്ങളെല്ലാവരെയും ശക്തീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ മഹത്വം അങ്ങേക്കിരുന്നു. രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിലാകയാൽ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. അടുത്തായിട്ട് സ്വാഗതമാണ്. സഹോദരൻ ജോൺ ജോസഫ്, സെക്രട്ടറി YMF ചെയ്യുന്ന. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വർഷത്തിൻ്റെ അവസാന നാളുകളിൽ ഈ നിലയിൽ നമുക്ക് കൂടി വരുവാൻ കർത്താവ് ഇടയാക്കി തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷവും നമ്മുടെ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ ഈ ഓഡിറ്റോറിയത്തിൽ തന്നെ നമുക്ക് ഈ നിലയിൽ കൂടുവാനും ആത്മീയ സന്തോഷം അനുഭവിച്ച് മടങ്ങിപ്പോവാനും കർത്താവ് സഹായിച്ചു. സംഭവ വിപുലമായ ഒരു വർഷക്കാലം നമ്മളെ വിട്ട് കടന്നുപോയി. ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു, കഴിഞ്ഞ മീറ്റിങ്ങിനുണ്ടായിരുന്ന പല മുഖങ്ങളും ഇന്നിവിടെ ഇല്ല. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വർഷത്തെ മീറ്റിങ്ങിൽ ഏറ്റവും മുൻനിരയിലിരുന്ന ലാക്കാട്ടൂർ വർഗീസപ്പച്ചൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ടിടയായി. നമ്മുടെ YMF-ൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ നിലയിലുമുള്ള ഒരു പിൻബലമായിരുന്നു പ്രിയ പിതാവ്. ആ മാതൃക നമുക്ക് പിന്തുടരാം. അങ്ങനെ പല പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. എങ്കിലും ദൈവം നമ്മളോട് കാണിച്ച കരുണയും അവൻ്റെ കൃപയും നിമിത്തം ഈ വർഷവും നമുക്കിങ്ങനെ കൂടുവാൻ കർത്താവ് ഇടവരുത്തി. YMF പ്രവർത്തനങ്ങളെക്കുറിച്ച് മുഖവരയുടെ ആവശ്യമില്ല, എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാവുന്നതാണ്. ഇന്ന് 70 വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ME ചെറിയാൻ സാറ് തുടങ്ങിയ എളിയ നിലയിൽ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾക്കപ്പുറവും ഈ പ്രവർത്തനം ദൈവനാമ മഹത്വത്തിനായി തുടരുന്നു എന്നുള്ളത് ദൈവത്തെ സ്തുതിക്കുവാൻ ധാരാളം വകയുണ്ട്. കോട്ടയം സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക. അതുപോലെ എല്ലാ മാസത്തിൻ്റെയും 2ാമത്തെ ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ 6:30 മുതൽ 8 വരെയുള്ള സമയം വിവിധ സ്ഥലസഭകളിലും
വിവിധ സഹോദരന്മാരുടെ ഭവനങ്ങളുമായി പ്രതിമാസ പ്രാർത്ഥനാ കൂടിവരവുകൾ നടത്തി വരാറുണ്ട്. ആ കൂടിവരവുകളിൽ നമ്മളുടെ കോട്ടയം ജില്ലയിലെ എല്ലാ വിഷയങ്ങളും ഓർത്തുകൊണ്ട് ആത്മീയ പ്രവർത്തനങ്ങൾ, രോഗികൾ, അതുപോലെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, സഭകൾ, മൂപ്പന്മാർ, സുവിശേഷകന്മാർ, സുവിശേഷ പ്രവർത്തനങ്ങൾ എന്നിത്യാദി വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. ആ പ്രാർത്ഥനയുടെ പിൻബലമാണ് ഈ ശുശ്രൂഷകൾ ഭംഗിയായ നിലയിൽ മുൻപോട്ട് പോകുന്നത്. 1-2 മാസങ്ങൾ കൂടുമ്പോൾ ഏകദിന സമ്മേളനങ്ങൾ ക്രമീകരിച്ചു വരുന്നു. കഴിഞ്ഞ വർഷം മുതൽ 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കൗമാരക്കാർക്കും യുവാക്കൾക്കുമായി ഒരു പ്രത്യേക സമ്മേളനം എല്ലാ 2ാം ശനിയാഴ്ചകളിലും കോട്ടയം സഭാ ഹാളിൽ വെച്ച് നടത്തി വരുന്നു. നിങ്ങൾ ഈ കൺവെൻഷനിൽ ശ്രദ്ധിച്ചു കാണും. ഇതിൻ്റെ പിന്നിൽ ധാരാളം ചെറുപ്പക്കാർ അധ്വാനിക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ടവരൊക്കെ ആത്മീയമായി മുന്നിലേക്ക് വരുവാൻ ഈ ശുശ്രൂഷകൾ വളരെ ഗുണകരമായി എന്നുള്ളത് ദൈവനാമ മഹത്വത്തിനായി ഓർപ്പിക്കുകയാണ്. എന്നാൽ വളരെ ദുഃഖത്തോടെ പറയട്ടെ, എല്ലാ സ്ഥലസഭകളിൽ നിന്നും യുവ സഹോദരന്മാർ ആ മീറ്റിങ്ങിൽ കടന്നു വരാറില്ല. എന്നാൽ നിങ്ങൾ വളരെ പ്രാർത്ഥനാപൂർവം ആ സഹോദരന്മാരെ ആ മീറ്റിങ്ങിലേക്ക് പറഞ്ഞയക്കണം. കഴിയുന്നത്ര സഹോദരന്മാരെ നേരിട്ട് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പ്രിയപ്പെട്ടവരും കടന്നു വരുന്നുണ്ട്. ചിലരൊക്കെ വരാമെന്ന് പറയും, എന്നാൽ വരാതിരിക്കുന്നുമുണ്ട്. എന്നാൽ അത് വരാതെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ പ്രവർത്തനങ്ങളിൽ കടന്നു വരണം. ഇത് YMF-ൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആദ്യമായി ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഈ സമ്മേളനത്തിന് സ്വാഗതം അറിയിക്കുക എന്നുള്ളതാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് കോട്ടയം സെൻട്രൽ YMF-ൻ്റെ പ്രസിഡന്റ് കർത്താവിൻ്റെ ദാസൻ TM ഏലിയാസ് മാലം അവറുകളാണ്. പ്രിയ പിതാവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ YMF ശുശ്രൂഷകളുടെ എല്ലാം പിൻബലം എന്ന് പറയുന്നത് പ്രിയ പിതാവാണ്. തൻ്റെ പ്രായത്തിൻ്റെ ദൗർലഭ്യങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളിൽ കടന്നു വരുന്നത്. എല്ലാ നിലയിലുമുള്ള പിൻബലം നൽകുന്ന ഒരു പ്രിയ ദേവദാസനാണ് കർത്താവിൻ്റെ ദാസൻ TM ഏലിയാസ് മാലം അവറുകളെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ സന്ദേശം നമുക്ക് നൽകുവാൻ കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ അജോയ് ടി മാത്യു ബോംബെ അവറുകളാണ്. പ്രിയ ദേവദാസനെ കുറിച്ച് നമുക്ക് ധാരാളം അറിയാം. കോട്ടയം സ്വദേശിയാണ്. അയ്മനത്തു നിന്നും കർത്താവിൻ്റെ വേലയ്ക്കായി ബോംബെയിലേക്ക് കടന്നുപോയി അനുഗ്രഹീതമായ നിലയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ദേവദാസനാണ്. തൻ്റെ ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ നമുക്കേറെ പ്രയോജനപ്പെട്ടു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ കടന്നു വരികയും നമുക്ക് സന്ദേശം നൽകുവാൻ പ്രിയപ്പെട്ടവരെ ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം സെൻട്രൽ YMF-ൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ആ നിലയിൽ നമുക്കൊരു അഭിമാനമുണ്ട്. മുൻ സെക്രട്ടറി തന്നെ ഇത് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. ഞങ്ങൾ ചെറുപ്പക്കാർക്ക് അതൊരു ആവേശവുമാകും എന്നുള്ളതിന് 2 പക്ഷമില്ല. ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ ദാസനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കോട്ടയം സെൻട്രൽ YMF-ൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദാസൻ മാത്യു ചിരാൻ അയ്മനമാണ്. സുസ്മേരവദനായി എല്ലാ മീറ്റിങ്ങുകൾക്കും പ്രവർത്തനങ്ങൾക്കും തൻ്റെ സാന്നിധ്യം കൊണ്ട് മീറ്റിങ്ങിനെ അനുഗ്രഹമാക്കുന്ന ഒരു ദേവദാസനാണ് പ്രിയ പിതാവ്. തൻ്റെ എല്ലാ നിലയിലുമുള്ള പിൻബലം ഈ ശുശ്രൂഷകൾക്ക് ഒരു താങ്ങും തണലുമാണ്. കഴിഞ്ഞ കമ്മിറ്റിയിലെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. കർത്താവിൻ്റെ ദാസൻ മാത്യു ചിരാൻ അയ്മനത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പ്രമോദ് തോമസ് പറതലമറ്റം എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 4 വർഷങ്ങൾ ഈ YMF-ൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് വളരെ ഭംഗിയായ നിലയിൽ ശുശ്രൂഷകൾ ചെയ്തൊരു ദേവദാസനാണ്. പ്രിയപ്പെട്ടവനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നീട് സ്വാഗതം അറിയിക്കാനുള്ളത് YMF-ൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സുശേഷൻ ജോർജ് കുട്ടി ചിങ്ങവനമാണ്. ജോർജ് കുട്ടിച്ചായനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളെ പ്രാർത്ഥനയിൽ നയിച്ച കർത്താവിൻ്റെ ദാസൻ ചാക്കോ വർഗീസ് ലാക്കാട്ടൂർ പ്രിയ പിതാവിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലസഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന മൂപ്പന്മാർ, മാതാപിതാക്കൾ, പ്രത്യേകിച്ച് YMF-ൻ്റെ ഒക്കെ പ്രായം കഴിഞ്ഞ ധാരാളം മുഖങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ഈ സഹകരണവും പ്രോത്സാഹനവുമാണ്
ഈ ശുശ്രൂഷകൾക്ക് പിൻബലമാകുന്നത്. നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും സഹോദരി സഹോദരന്മാരെയും യുവ സഹോദരന്മാരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഇന്നത്തെ സമ്മേളനം തത്സമയം ടെലികാസ്റ്റ് ചെയ്യുന്ന ബ്രദറൻ ന്യൂസിലെ പ്രിയ സഹോദരന്മാർ രണ്ടുപേരുമുണ്ട്. അവരെ രണ്ടുപേരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിൽ ജെറി എന്ന് പറയുന്ന സഹോദരനെ നിങ്ങൾക്ക് എത്ര പേർക്ക് പരിചയമുണ്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് ഇവിടെ. കാരണം തൻ്റെ പിതാമഹൻ തുടങ്ങിയ ശുശ്രൂഷയാണ് ഈ YMEF. എം ഇ ചെറിയാൻ സാറിൻ്റെ കൊച്ചുമകനാണ് അദ്ദേഹം. പ്രിയപ്പെട്ടവനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ അജേഷിനെ നമുക്കെല്ലാവർക്കും കൈയടിച്ചൊന്ന് സ്വാഗതം ചെയ്യാം. അടുത്തതായിട്ട് സംഗീതമാണ്. അനീഷ് വന്ന് അത് നിർവഹിക്കുന്നു. ഗ്രഹാംബർഗി സംഘത്തിലൊരു പാട്ടാണത്, പുതിയൊരു പാട്ടാണ്. കണ്ണുനീരിൻ താഴ്വരയിൽ ഉള്ളം നീരും വേളകളിൽ, കണ്ണുനീരിൻ താഴ്വരയിൽ ഉള്ളം നീരും വേളകളിൽ, എന്നേശുവേ നീയല്ലാതാരുമില്ല, എനിക്കാരുമില്ല, എനിക്കാശ്രയമായി. എന്നേശുവേ നീയല്ലാതാരുമില്ല, എനിക്കാരുമില്ല, എനിക്കാശ്വാസമായി. യേശുവേ നീ മരിച്ചെനിക്കായി ക്രൂശിന്മേൽ, നീ സഹിച്ചെനിക്കായി. യേശുവേ നീ മരിച്ചെനിക്കായി ക്രൂശിന്മേൽ, നീ സഹിച്ചെനിക്കായി. ഓ നിന്ദിതനായി, നിസ്സാരനായി, നിസ്സഹായനായി മരണം വരിച്ചു. ഓ നിന്ദിതനായി, നിസ്സാരനായി, നിസ്സഹായനായി നീ നീണം ചൊരിഞ്ഞു. യേശുവേ നീ വന്നിടണേ, ചേർക്കുകേ നിന്നരികിലെന്നേ. യേശുവേ നീ വന്നിടണേ, ചേർക്കുകേ നിന്നരികിലെന്നേ. നിൻ വരവതു നോക്കി ഞാൻ പാർത്തിടുന്നേ, എൻ പാർത്ഥിവനെ എന്നും കാത്തിടുന്നേ. നിൻ വരവതു നോക്കി ഞാൻ പാർത്തിടുന്നേ, എൻ പാർത്ഥിവനെ എന്നും കാത്തിടുന്നേ. കണ്ണുനീരിൻ താഴ്വരയിൽ ഉള്ളം നീരും വേളകളിൽ. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. 2-3 മാസങ്ങൾക്ക് മുൻപ് YMEFൻ്റെ നേതൃത്വത്തിൽ രക്തം ദാനം ചെയ്യാൻ ആഗ്രഹമുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ നാം തീരുമാനിച്ചു. എല്ലാ സഭകൾക്കും ആ ലെറ്റർ കൊടുത്തതാണ്. എന്നാൽ സുശേഷത്തിൽ വായിക്കുന്ന പോലെ വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമെന്ന് പറഞ്ഞ പോലെ അത് തിരിച്ചയച്ച് തന്നവർ വളരെ കുറച്ച് സഭകളാണ് തന്നത്. എന്നാൽ അതിനൊരു പരിഹാരം എന്നോണം ഇപ്പോൾ പ്രിയ സഹോദരന്മാർ നിങ്ങളുടെ കയ്യിൽ ആ രജിസ്ട്രേഷൻ ഫോം തരുന്നതാണ്. 18 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് മറ്റസുഖങ്ങളൊന്നുമില്ലാത്ത പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് നോക്കിയിട്ട് അതുള്ളവരാ കൂടുതലും തോന്നുന്നു. അതുകൊണ്ട് ദയവായിട്ട് ആ ഫോം ബിനും സഹോദരന്മാർ തരും. അപ്പം നിങ്ങൾ പോകുമ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് തന്നിട്ട് വേണം പോകാൻ. നിങ്ങളുടെ പേരും അഡ്രസ്സും
പ്രത്യേക ഫോൺ നമ്പർ കൃത്യമായിട്ട് തന്നെ അതിൽ വെക്കണം. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പും അത് എഴുതേണ്ടതാണെന്നും ഓർപ്പിക്കുന്നു. ഇന്ന് തന്നെ അത് ഫില്ല് ചെയ്ത് തരണം. ഓക്കെ. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗം സന്ദേശം നൽകുന്നതിനായിട്ട് യോഗ്യനായ ഒരു ദൈവദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് തൻ്റെ സമയം അതിക്രമിച്ചെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു വാക്യം ഞാൻ നിങ്ങളോട് പറയാം. ഇത് YMEF യങ് മെൻ എവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ചെറുപ്പക്കാരുടെ ഒരു കൂടിയുറവെന്നാണ് ഇതിന് പേര് പറയുന്നതെങ്കിലും പ്രായമുള്ളവരും വാസ്തവത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ആത്മീയ ഗോളത്തിൽ വലിയ പ്രായമൊന്നും എല്ലാവരും ചുറുചുറുപ്പായിട്ട് ഇരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാനെപ്പോഴും ഓർപ്പിക്കാറുള്ള ഒരു വാക്യമുണ്ട്. യൂത്ത് ഈസ് ദി ഓപ്പർച്യൂണിറ്റി ടു ഡു സംതിങ് ആൻഡ് ടു ബിക്കം സംബഡി. യൂത്ത് ഈസ് ദി ഓപ്പർച്യൂണിറ്റി ടു ഡു സംതിങ് ആൻഡ് ടു ബിക്കം സംബഡി. ഈ യുവത്വം എന്ന് പറയുന്നത് ഈ സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനുള്ള സമയമാണ്. നാളെ നമുക്ക് എന്തെങ്കിലും ആയി തീരണമെങ്കിൽ ഇന്ന് നമുക്ക് കിട്ടിയ അവസരം വളരെ യോഗ്യമായ രീതിയിൽ നാം അത് പ്രയോജനമായിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കുള്ള അവസരങ്ങൾ വളരെയധികം വളരെയധികം അത് ഗൗരവത്തോടു കൂടെ നാം കണക്കെടുത്ത് നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങൾ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് നാം ശ്രമിക്കണമെന്ന് മാത്രം നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇങ്ങനെ ഈ മീറ്റിംഗ് അനുഗ്രഹമായി നടക്കുന്നത് കാണുവാൻ ഇടയാത്തിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ സെക്രട്ടറിയുടെ സ്വാഗത പ്രസംഗത്തിൽ കൊഴുപ്പേറിയ പല കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെയൊക്കെ വളരെയധികം അങ്ങ് വാദങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അധികമൊന്നും പറയാനില്ല. ഈ കാര്യങ്ങൾ ഓർപ്പിക്കുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് വേദപരിചയമാണ് ബൈജു ജോൺ ചെയ്യുന്നതാണ് നിർവഹിക്കുന്നത്. ഷൈജു ജോൺ. ദൈവനാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. ഊണെല്ലാം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങാൻ പറ്റിയ അന്തരീക്ഷത്തിലാണ് എല്ലാവരും അല്ലേ? നിങ്ങളുടെ ഉറക്കം കളയാനും ഒരു ചേഞ്ചിനും വേണ്ടി വേദപരിചയം സാധാരണ നടത്തുന്നതിൽ നിന്നും വ്യത്യസ്തമായി നടത്തുവാൻ ആണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും സഹകരിക്കണം. നിങ്ങൾക്കെല്ലാം നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മനോരമക്കാർ നമ്മളൊരു കളി കളിപ്പിക്കുന്നുണ്ട് അല്ലേ? എന്താണത്? തമ്പോല അല്ലേ? നിങ്ങളൊക്കെ വീട്ടിലൊക്കെ ഓരോരുത്തരും ചെയ്യുന്ന കാണാം. നമുക്കും അതുപോലെ ജയിക്കാനായിട്ട് അവർ പറയുന്നത് 9 ചാൻസ് ഉണ്ടെന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് 6 ചാൻസ് ഉണ്ട്. എല്ലാവർക്കും ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാർക്കൊക്കെ ഏറ്റവും പരിചയമുള്ള സാധനങ്ങളൊക്കെയാണ് വേദഭാഗങ്ങളൊക്കെ ആയിരിക്കണം പറയാൻ പോകുന്നത്. ഏതായാലും വേദഭാഗമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ബൈബിളിലുള്ള ചില സാധനങ്ങൾ നിങ്ങളെ കാണിക്കും. അതെവിടെയാണെന്ന് പെട്ടെന്നെടുത്ത് വായിക്കുക. വായിക്കുന്നവരതിൻ്റെ വേദഭാഗം പറയുക. കാരണം പല സ്ഥലത്തും പല സാധനങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് വേദഭാഗം പറയുക, വായിക്കുക. അവർക്ക് സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും 6 ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ, തുടങ്ങാം. എല്ലാവരും റെഡിയാണോ? ആദ്യമായിട്ട് കാണിക്കുന്നത് എന്താണിത്? കടുക്. കടുകിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. സഹോദരിമാർക്കൊക്കെ വളരെ പരിചയമുള്ളതാണ്. പക്ഷേ ബൈബിളിൽ ഉണ്ടോയെന്ന് എല്ലാവരും വായ വിളിച്ചിരിക്കുകയാണ്. ബൈബിളിൽ കടുകിനെ കുറിച്ച് പറയുന്നുണ്ട്. എഴുന്നേറ്റ് നിന്ന് വായിക്കണം. ആദ്യം എഴുന്നേറ്റ് നിന്ന് വായിക്കുന്നവർ കാണാം. എവിടെയാ?
ഓക്കെ, എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. പ്രിയ സഹോദരിക്ക് മുന്നോട്ട് വന്ന് സമ്മാനം കരസ്ഥമാക്കാവുന്നതാണ്. ജോർജ് കുട്ടിച്ചായൻ സമ്മാനം നൽകുന്നതായിരിക്കും. ഓടിയോ സമയങ്ങളെ. അടുത്തത് റെഡിയായോ? അടുത്തത് ജീരകം. സഹോദരന്മാർക്ക് പങ്കെടുക്കാം. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സഹോദരിമാരാണെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്ന നമ്മളാണ്. ആർക്കും വേണ്ടെന്ന് തോന്നുന്നു സമ്മാനം. ബാക്കിയുണ്ട്. ആരാ? റഫറൻസ് പറയണം. അടാ അവിടെ സഹോദരൻ എഴുന്നേറ്റു. മത്തായി 23 വളരെ കറക്റ്റാണ്. ചാക്കോ ചായൻ സമ്മാനം വിതരണം ചെയ്യുന്നതായിരിക്കും. പോട്ടെ, കടുകും ചീരവും ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു മടുപ്പാണ്. എന്നാൽ വേറൊരു സാധനം കാണിക്കാം. മാതളപ്പഴം. മാതളപ്പഴത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ടോ? ക്ലൂ വേണോ? പഴയ നിയമത്തിലാണ്. വായിച്ചോ. അവിടെ നിന്ന് വായിച്ചു. വാക്യം കൂടെ വായിച്ചു. വളരെ കറക്റ്റാണ്. ഒന്ന് സമ്മാനം വായിക്കാം. പ്രമോദ് സമ്മാനം നൽകുന്നതായിരിക്കും. അടുത്തത് തേൻ. സങ്കീർത്തനം 19:10. വെരി ഗുഡ്. ക്ലാപ്പ് ചെയ്തേ. എലിയസ് ചായ നമുക്ക് അതിൻ്റെ ആ സമ്മാനം നൽകുന്നതായിരിക്കും. എത്രയായി? ഇനി ഈ കാലഘട്ടമായിട്ട് പ്രത്യേകിച്ച് ബന്ധമുള്ള ഒരു ഐറ്റമാണ് വരാൻ പോകുന്നത്. നക്ഷത്രം. വളരെ കറക്റ്റാണ്. അജോൻചായനെ അതിനുവേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ, ലാസ്റ്റ് ചാൻസ് ആണ്. പേന അല്ലെങ്കിൽ എഴുത്തുകൾ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അവിടെ എഴുന്നേറ്റു. സഹോദരിയാണ്.
കടന്നു വരൂ. വാ 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 വാ. അജോയ്ച്ചാൻ ആ സമ്മാനം നൽകുന്നതായിരിക്കും. എല്ലാവരും ഉറക്കമൊക്കെ പോയെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് ഒരു സംഗീതമാണ് അബിയ മോൾ നടത്തുന്നത്.
Thank you, Abiyamol, for that sweet melodious song. അടുത്തായിട്ട് ബൈബിൾ ക്വിസാണ്. എബി ഐസക് വന്ന് നിർവഹിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. YMFന്റെ ഈ പ്രത്യേക യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വളരെ 20 മിനിറ്റ് മാത്രം സമയം ദൈർഘ്യമുള്ള ഒരു ബൈബിൾ ക്വിസ് നടത്തുവാനായിട്ട് പോവുകയാണ്. 5 ടീമുകളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2 പേരുള്ള ഒരു ടീം അവർക്ക് വോളണ്ടിയറായിട്ട് മുന്നോട്ട് കടന്നു വന്ന് അവരുടെ സീറ്റ് കരസ്ഥമാക്കാവുന്നതാണ്. സഭകളെ റെപ്രസെൻ്റ് ചെയ്ത് വേണമെങ്കിൽ വരാം. സഹോദരിമാർക്കും ടീമായിട്ട് വരാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ ടീം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അഭിലാഷിന്റെ നേതൃത്വത്തിൽ അഭിലേഷും അനീഷും. അതെ, അടുത്ത സഹോദരിമാരുടെ ടീം മുന്നോട്ട് കടന്നു വരുന്നു. അഞ്ച് ടീമിൽ കൂടിയാലും കുഴപ്പമില്ല. ചോദ്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ടീമുകളായിട്ട് 2 പേരുടെ ടീമുകളായിട്ട് മുന്നോട്ട് കടന്നു വന്ന് സീറ്റ് കരസ്ഥമാക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇവരെന്ന് ടീമുകളെല്ലാം വന്നിരിക്കുകയാണ്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ടീം നമ്പർ 1, മൈക്കിലൂടെ പേര് പറയുക, നിങ്ങളുടെ സ്ഥലം സഭ പറയുക. അഭിലാഷ് ലാക്കാട്ട്, അനീഷ് കാഞ്ഞിരപ്പള്ളി, ജെയ്സൺ പാക്കിൽ, ജിജോ പാക്കിൽ, സാറാശു തിടനാട്, മിനി ബൈജു കാനം, ബ്ലസി വെള്ളൂർ, ഗ്രേസി വെള്ളൂർ, ഐഡ ലാക്കാട്ടൂർ, ജമീമ ഏറ്റുമാനൂർ. ഓക്കെ, നമ്മുടെ ടീമുകളെല്ലാം റെഡിയാണ്. 4 റൗണ്ടുകളാണുള്ളത്. പുതിയ നിയമത്തിൽ നിന്നും 2 റൗണ്ടും പഴയ നിയമത്തിൽ നിന്നും 2 റൗണ്ടുകളും. ഓക്കെ, ഒന്നാമത്തെ ടീം നിങ്ങൾ ടീം A, B, C, D and E. ഓക്കെ, 5 ടീമുകളാണുള്ളത്. ടീം എയോടാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. ഒന്നാമത്തെ ചോദ്യം, കയീൻ ദൈവസന്നിധിയിൽ നിന്നും പുറപ്പെട്ടു പോയി പാർത്ത ദേശം. കയീൻ ദൈവസന്നിധിയിൽ നിന്നും പുറപ്പെട്ടു പോയിട്ട് പാർത്ത ദേശം. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ അടുത്ത ടീമിലേക്ക് ആ ക്വസ്റ്റ്യൻ പാസ് ചെയ്യുന്നതാണ്. ഒരു ടീമുകൾക്കും പറയാൻ സാധിച്ചില്ലെങ്കിൽ ആ ചോദ്യം ഓഡിയൻസിലേക്ക് പാസ് ചെയ്യുന്നതായിരിക്കും. കയീൻ ദൈവസന്നിധിയിൽ നിന്നും പുറപ്പെട്ടു പോയി പാർത്ത ദേശം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പാസ് ചെയ്യാവുന്നതാണ്. ടീം ബി, നോദ് ദേശം. കറക്റ്റാണ്, ഉത്തരം ശരിയാണ്.
5 മാർക്ക്. പാസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് 5 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക്. ഓക്കെ. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. മഹാനദി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി. മഹാനദി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ ഇന്ന നദി മുതൽ ഇന്ന നദി വരെ, മഹാനദി വരെ നിനക്ക് നൈൽ നദി അല്ല. ക്വസ്റ്റ്യൻ പാസ് ചെയ്യുന്നു. അല്ല, രണ്ടും തെറ്റാണ്. യൂഫ്രട്ടീസ് ഫ്രാത്ത് നദിയുടെ അത് കറക്റ്റാണ്. ഫ്രാത്ത് എന്നാണ് മലയാളത്തിൽ, യൂഫ്രട്ടീസ് ആൻഡ് ഇംഗ്ലീഷാണ്. ഓക്കെ, താങ്ക് യു. 5 മാർക്ക് അവർക്ക് ലഭിക്കും. ടീം നമ്പർ സി. മൂന്നാമത്തെ ചോദ്യം ടീം സിയോടാണ്. അബ്രഹാമിന്റെ വംശത്തിലുള്ള പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കേണ്ട പ്രായം. 8-ാം നാൾ. ശരിയാണ്. ടീം സിക്ക് 10 മാർക്ക് ലഭിക്കും. ചോദ്യം പാസ്. അടുത്ത ടീമിലേക്ക്, ടീം ഡി. മോശയുടെ അമ്മയുടെ പേര്. മോശയുടെ അമ്മയുടെ പേര് അല്ല. 2 ആൻസർ പറയാനായിട്ട് അനുവദിക്കുന്നില്ല. എന്തോ അല്ല, അവർക്ക് വേറൊരു ചോദ്യം ചോദിക്കാം. തെറ്റായ ഉത്തരം പറയാൻ പാടില്ല. അറിയത്തില്ലെങ്കിൽ അടുത്ത ടീമിന് പാസ് ചെയ്യണം. സമാഗമന കൂടാരത്തിൽ സ്ത്രീകളുടെ വകയായി ഉണ്ടാക്കിയ ഒരു ഉപകരണം. സ്ത്രീകളിൽ നിന്നും വാങ്ങിച്ച് ഉണ്ടാക്കിയ ഒരു ഉപകരണം. സമാഗമന കൂടാരത്തിൽ സ്ത്രീകളുടെ വകയായിട്ട് അവരിൽ നിന്ന് വാങ്ങി ഉണ്ടാക്കിയ ഒരു ഉപകരണം. ഡി ആണ്. ഇല്ലെങ്കിൽ അവർക്ക് പാസ് ചെയ്യാം. സമാഗമന കൂടാരത്തിൽ സ്ത്രീകളിൽ നിന്നും, കൂടാരത്തിന്റെ അവിടെ ശുശ്രൂഷ ചെയ്ത സ്ത്രീകളിൽ നിന്നും വാങ്ങി ഉണ്ടാക്കിയ ഒരു ഉപകരണം. ഇല്ലെങ്കിൽ അടുത്ത ടീം ഈ ടീമിലേക്ക് പോവാം. പാസ് ചെയ്യുന്നു. ഈ ടീമുകൾ ആർക്കെങ്കിലും ഇല്ല? ഓഡിയൻസിന് എന്തോ ദർപ്പൺ ആണ്. എല്ലാ ഉപകരണത്തിന്റെ പേരാണ് പറയേണ്ടത്. ഓക്കെ, ഓഡിയൻസ്. താമരത്തൊട്ടി. ശരി. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. തങ്കനിലവിളക്കിന്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും തൂക്കം. തങ്കനിലവിളക്കിന്റെയും അതിനോട് ചേർന്നുള്ള ഉപകരണങ്ങളുടെയും തൂക്കം. 500 ശേക്കൽ അല്ല. ടീം ഡി. തങ്കനിലവിളക്കിന്റെയും അതിൻ്റെ കൂടെ ചേർന്നുള്ള ഉപകരണങ്ങളുടെയും കൂടെ ഒരു തൂക്കമുണ്ട്. 500 ശേക്കലല്ല. ടീം ആരും റെഡിയല്ല. ഓഡിയൻസ് 1 താലന്ത് ശരിയായ ഉത്തരമാണ്. ഓക്കെ, ഒന്നാമത്തെ റൗണ്ട് അവസാനിക്കുകയാണ്. അപ്പോഴത്തെ പോയിന്റ് നില എന്ന് പറയാം. ടീം സി 15 പോയിന്റ്, ടീം ബി 5 പോയിന്റ്, പിന്നെ എയ്ക്കും ഡിക്കും ഇക്കും ഒന്നുമില്ല. ഓഡിയൻസ് 10 പോയിന്റ്. അവർക്ക് അവസരമുണ്ട്. അവർ ആ സമയത്ത് അവരുടെ പോയിന്റ് നേടുന്നതായിരിക്കും. രണ്ടാമത്തെ റൗണ്ട് ആ ഓർഡറിലായിരിക്കും, അവിടെ നിന്നുള്ള ഓർഡറിലായിരിക്കും. കാഴ്ചയപ്പത്തിന്റെ മേശമേലിരിക്കുന്ന അപ്പത്തിന്റെ എണ്ണം. എത്ര അപ്പമാണ് കാഴ്ചയപ്പത്തിന്റെ മേശമേലിരിക്കുന്നത്? ഈ ടീമിനോടാണ്. അല്ല, നിങ്ങളോടാണ്. അല്ല, 12 ശരിയായ ഉത്തരമാണ്. 12 ഇസ്രായേൽ ഗോത്രത്തെ കണക്കാക്കുന്ന 12 അപ്പങ്ങളാണ് കാഴ്ചയപ്പത്തിന്റെ മേശമേലിരിക്കുന്നത്. ഡി ടീമിനോടാണ് അടുത്ത ചോദ്യം. ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? മൃഗങ്ങൾക്ക് ഉണ്ടാകേണ്ട പ്രത്യേകത. ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങൾക്ക് ഉണ്ടാകേണ്ട പ്രത്യേകത. 2 പ്രത്യേകതകൾ പറയുന്നുണ്ട്. അയവിറക്കുന്നത് പകുതി ശരിയാണ്. എൻ്റെ പകുതി. അയവിറക്കുന്നത് അല്ല.
ഓക്കെ, ആ ക്വസ്റ്റ്യൻ പാസ് ചെയ്യുന്നില്ല. കുളമ്പ് രണ്ടായി പിളർന്നത് വേർപാടിനെയും വിശുദ്ധ ജീവിതത്തെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ടീം സിയോടാണ്. മഹാപാപ പരിഹാര ദിവസം അത് ഏത് ദിവസമാണ്? അതിൻ്റെ ആ മാസം ഏത്, തീയതി എത്ര? മഹാപാപ പരിഹാര ദിവസം പാസ് ചെയ്യുന്നു. ഓക്കെ, ടീം ബി മഹാപാപ പരിഹാര ദിവസം. അല്ല അല്ല, എത്രാം മാസം എത്രാം തീയതി എന്ന് പറഞ്ഞാൽ മതി. മാസത്തിന്റെ പേര് പറയണ്ട. എത്രാം മാസം എത്രാം തീയതിയാണ് മഹാപാപ പരിഹാര ദിവസം? 1-ാം മാസം 14-ാം തീയതി. അല്ല, ഓഡിയൻസിന്റെ ചാൻസ് ആണ്. അല്ല, ഐഡമ ഇല്ല, അറിയത്തില്ല. നിങ്ങൾക്കറിയാം? ഇല്ല, ഓഡിയൻസിന് പറയാം ഉത്തരം. അല്ലല്ല, എത്രാം മാസം എത്രാം തീയതി? മഹാപാപ പരിഹാര ദിവസം അല്ല, സോറി, മഹാപാപ പരിഹാര ദിവസം 2 ആട്ടുകൊറ്റനെ എടുത്ത് 1 അസസ്സേലിനും 7-ാം മാസം ശരിയാണ്. തീയതി അല്ല, 10-ാം തീയതി. 7-ാം മാസം 10-ാം തീയതിയാണ് മാർക്ക് പോകുന്നത് ക്വിസ് മാസ്റ്റർക്കാണ്. ഈ റൗണ്ടിലെ നിങ്ങളോട് ചോദിച്ചു ബി ടീമിനോടുള്ള ചോദ്യമാണ്. യോബേൽ സംവത്സരം എത്ര വർഷം കൂടുമ്പോഴാണ് ആഘോഷിക്കുന്നത്? യോബേൽ സംവത്സരം 40 അല്ല. അടുത്ത ടീം ക്വസ്റ്റ്യൻ പാസ് ചെയ്യുന്നു. 7 സംവത്സരം അല്ല, യോബേൽ സംവത്സരം സോഷ്യലിസം പ്രായോഗികമാക്കി നടപ്പാക്കിയ ബൈബിളിലെ ചരിത്ര സംഭവമാണ് യോബേൽ സംവത്സരം. അല്ല, അടുത്ത ടീം അല്ല, 50 ശരിയാണ്. 50-ാമത്തെ വർഷമാണ് യോബേൽ സംവത്സരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. 7-ാമത്തെ ചോദ്യം ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. പാളയം പുറപ്പെടേണ്ടതിന് ഊതുന്ന കാഹളത്തിന്റെ പ്രത്യേകത എന്ത്? 2 തരം കാഹളം സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പാളയം പുറപ്പെടേണ്ടതിന് ഊതുന്ന കാഹളത്തിന്റെ പ്രത്യേകത എന്ത്? യുദ്ധത്തിന് പുറപ്പെടുമ്പോഴും ആ കാഹളമാണ് ഊതുന്നത്. ടീം എയോടുള്ള ചോദ്യമാണ്. പാസ്സാവുന്നു. അല്ല, ആ കാഹളത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ കാഹളത്തിന് അത് നമ്മുടെ വീണ്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും ആ കാഹളത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. സഭയുടെ ഉൽപ്രാപണവുമായിട്ടുള്ള ബന്ധപ്പെട്ടും ആ കാഹളം ത്തിന് പ്രത്യേകതയുണ്ട്. ഗംഭീരനാദമുള്ള കാഹളം. വളരെ ശരിയാണ്. 5 മാർക്ക് ടീം ഡിക്ക് കിട്ടുന്നു. തീർന്നല്ലോ അല്ലേ? 3-ാമത്തെ റൗണ്ട് പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കും. ടീം എയിൽ നിന്നാണ് ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. 1-ാമത്തെ ചോദ്യം, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് യേശുവിനോട് പരീക്ഷിച്ച് ചോദിച്ചത് ആര്? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് യേശുവിനോട് പരീക്ഷിച്ച് ചോദിച്ചത് ആര്? പരീശന്മാർ അല്ല, പരീശന്മാരാണ് അതിന് മുൻകൈ എടുത്തത്. പക്ഷെ ചോദിച്ചത് വേറെ ഗ്രൂപ്പാണ്. മത്തായി സുവിശേഷം 22-ാം അധ്യായം 16-17 വാക്യങ്ങൾ. സദൂക്യരല്ല. കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ അല്ലയോ എന്ന് യേശുവിനോട് പരീക്ഷിച്ച് ചോദിച്ച ഒരു കൂട്ടര്. സി, ടീം സി പാസ്സാവുന്നു. ടീം ഡി യഹൂദന്മാരല്ല. അല്ല, ഹെരോദ്യർ. അജേഷാണ് ഉത്തരം പറഞ്ഞത്. ഓഡിയൻസിന് മാർക്ക് പോകുന്നു. 2-ാമത്തെ ചോദ്യം, 3-ാമത്തെ റൗണ്ടിലെ 2-ാമത്തെ ചോദ്യം, ബൊവനേർഗസ് എന്ന പേരിന്റെ അർത്ഥം? ഇടിമക്കൾ. ടീം ബിക്ക് 10 മാർക്ക്. 3-ാമത്തെ ചോദ്യം,
സ്വച്ഛജട മാംസ തൈലത്തിന്റെ ഏകദേശ വില. സ്വച്ഛജടി മാംസ തൈലത്തിന്റെ ഏകദേശ വില. ഉറക്കെ പറഞ്ഞു മൈക്ക്. കറക്റ്റാണ്. 300 അധികം വെള്ളിക്ക, 300 വെള്ളിക്കാശിൽ അധികം. ടീം സിക്ക് മാർക്ക് കിട്ടുന്നു. ടീം ഡിയോടാണ് അടുത്ത ചോദ്യം. സക്രിയാവ് ഏത് കൂറിലുള്ള പുരോഹിതനായിരുന്നു? സക്രിയാവിന്റെ കൂറ്. അഹരോന്റെ ഗോത്രത്തിൽ ഇന്ന കൂറിൽ പെട്ട സക്രിയാവ് മഹാപുരോഹിതനായ സക്രിയാവിന്റെ കൂറ് അബിയാക്കൂർ. ടീം ഇക്ക് 5 മാർക്ക് കിട്ടുന്നു. ഈ റൗണ്ടിൽ അവസാനത്തെ ചോദ്യം. ആരുടെ ഉള്ളിൽ നിന്നാണ് ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നത്? ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നത് ആരുടെ ഉള്ളിൽ നിന്നാണ്? ആരുടെ ഉള്ളിൽ നിന്നാണ് ജീവജലത്തിന്റെ നദികൾ? ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാൾ നിന്നുകൊണ്ട് കർത്താവ് പ്രസംഗിച്ചതാണ്. പരിശുദ്ധാത്മ പ്രാപണത്തിന്റെ ഏറ്റവും അല്ല. ടീം എ. ടീം ബി. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നാണ് ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നത്. അതോടുകൂടി ഈ 3ാമത്തെ റൗണ്ട് അവസാനിക്കുന്നു. അവസാനത്തെ റൗണ്ട്. പോയിന്റ് നില അജേഷ് പറയുന്നത്. പോയിന്റ് പറയാണ്. ടീം സി 35 പോയിന്റുകളുണ്ട് ടീം സിക്ക്. ടീം ഡിക്ക് 10 പോയിന്റ്. ടീം ഇക്ക് 5 പോയിന്റ്. ഓഡിയൻസിന് 15 പോയിന്റ്. ക്വിസ് മാസ്റ്റർക്ക് 5 പോയിന്റ്. ടീം എക്ക് 0. ഓക്കെ, അവസാനത്തെ റൗണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ടീം എ. ടീം ബിയുടെ പോയിന്റ് പറഞ്ഞില്ല. 20 പോയിന്റാണ് ടീം ബിക്ക്. യെരുശലേമിൽ നിന്ന് ഒലിവ് മലയിലേക്കുള്ള ദൂരം. ഇത് ദിവസത്തെ കൂട്ടിയാണ് അവർ പറയുന്നത്. യെരുശലേമിൽ നിന്ന് ഒലിവ് മലയിലേക്കുള്ള ദൂരം, പ്രത്യേക ദിവസത്തിന്റെ ദൂരം. ക്ലൂ ആണ്. ടീം എ. ടീം ബി ശബത്ത് ദിവസത്തെ ദൂരം. വളരെ ശരിയാണ്. 5 മാർക്ക് കിട്ടുന്നു ടീം ബിക്ക്. ടീം ബിക്ക് രണ്ടാമത്തെ ചോദ്യം. എഫെസോസിൽ ചുട്ടുകളഞ്ഞതായ ക്ഷുദ്രപ്രയോഗ പുസ്തകങ്ങളുടെ വില. എഫെസോസിൽ അപ്പോസ്തലനായ പൗലോസ് വന്ന് പ്രവർത്തിച്ചു. അതിന്റെ ഫലമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എത്രയോ ക്ഷുദ്രപ്രയോഗങ്ങളുടെ പുസ്തകങ്ങളുടെ വില ഏകദേശം ചുട്ടുകളഞ്ഞ. ടീം സി. ടീം ഡി. ടീം ഇ ഇല്ല. ഓഡിയൻസ് 50,000. ഓഡിയൻസിന് മാർക്ക് കിട്ടുന്നു. 50,000 വെള്ളിക്കാശ്. ടീം സിയോടുള്ള ചോദ്യമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തവർ ആരാണ്? റോമാലേഖനത്തിൽ ഇന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കാത്തത്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കാത്ത ആർക്കാണ്? ടീം സിയോടാണ്. എന്തോ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കാത്തത് ആർക്ക്? ഇന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൽ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. ഈ റൗണ്ടിലെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കെംക്രയ സഭയിലെ ശുശ്രൂഷക്കാരി. ഫേബ. ശരിയാണ്. അവസാനത്തെ ചോദ്യം. അഖായിലെ ആദ്യത്തെ ഫലം. ഒരു നിലയനത്തെ നമ്മൾ കാണുന്നുണ്ട്. അഖായിലെ ആദ്യത്തെ ഫലം. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 15-ാം വാക്യം. ടീം എ. ടീം ബി. ടീം സി. അഖായിലെ ആദ്യത്തെ ഫലം.
ഓക്കെ, ഓഡിയൻസിന് പോകുന്നു. സ്തേഫാനോസിന്റെ കുടുംബം, ശരിയാണ്, ഓഡിയൻസിന് മാർക്ക് ലഭിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഫൈനൽ സ്കോറിനായിട്ട് നമുക്ക് അജേഷിനെ മൈക്ക് കൊടുക്കുന്നു. ടീം എ അതേ അവസ്ഥ തുടരുന്നു. ടീം ബി 25 പോയിന്റ്, ടീം ഡി 20 പോയിന്റ്, ടീം സി 45 പോയിന്റ്, ടീം ഇ 5 പോയിന്റ്, ഓഡിയൻസ് 25 പോയിന്റ്, ക്വിസ് മാസ്റ്റർ 5 പോയിന്റ്. ഇതിൽ സഹകരിച്ച മെസ്സേജിന് ശേഷം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ടീമുകൾക്ക് സമ്മാനം ലഭിക്കുന്നതാണ്. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. വന്നുപോയിട്ടുള്ള കുറവുകൾ ദൈവനാമത്തിൽ പ്രത്യേകം ക്ഷമിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ അടുത്ത കോട്ടയം കൺവെൻഷൻ ദൈവത്തിൻ്റെ വരവ് താമസിച്ചാൽ വളരെ ഗംഭീരമായിട്ട് സഭകളായിട്ട് നമുക്ക് മത്സരിക്കത്തക്ക രീതിയിൽ ഒരു ബൈബിൾ ക്വിസ് നമുക്ക് ഒരുക്കണം എന്ന് ഒരു അഭിപ്രായപ്പെടുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു ബ്രദർ. നമുക്ക് ഇനി സഹോദരിമാരുടെ ഒരു പാട്ട് കേൾക്കാം. താങ്ക് യു സിസ്റ്റേഴ്സ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് കോട്ടയം കൺവെൻഷനിൽ രാവിലെയുള്ള വചനധ്യാനവും അതുപോലെ ഈവനിങ് സന്ദേശവും നമ്മുടെ പ്രിയ സഹോദരൻ അജയ് ടി മാത്യുവിൽ നിന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. പലരും എന്നോട് പറയുണ്ടായി, ഇതുപോലെ സഹോദര വളരെ അനുഗ്രഹിക്കപ്പെട്ട, പ്രത്യേകിച്ച് മോർണിംഗിലെ